അപ്പോൾ അതാ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് നമ്മുടെ സിനിമയുണ്ടല്ലോ, നീലാകാശം, പച്ചക്കടലില്ല, പച്ച മരങ്ങളുണ്ട്, ചുവന്ന ഭൂമി. ഇതാണ് ചുവന്ന ഭൂമി. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ കിലോമീറ്റർ. അപ്പോൾ നമ്മളിതായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റിലെ തെരിക്കാട് എന്ന് പറയുന്ന ആ ഒരു പ്ലേസിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ധനുഷ്കോടി ബർത്ത്ഡേ റൈഡിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവർക്കായി ഞാൻ ഐ ബട്ടണിൽ പിൻ ചെയ്തേക്കാം. എന്നതാ ഗൂഗിൾ മാപ്പ് ഏതൊക്കെയോ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു പിടിയില്ല ഏതാണ് വഴി എന്നുള്ളത്. ജസ്റ്റ് ഇതാ ഗൂഗിൾ മാപ്പിന് ബ്ലൈൻഡ്ലി ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ജംഗ്ഷനിൽ നിന്ന് മെയിൻ റോഡ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ഒരു റോഡിൽ കയറിയാൽ മതി, 5 മിനിറ്റ്സ് നമുക്ക് ലാഭിക്കാം എന്ന് പറഞ്ഞിട്ട് എന്നതാ ഏതൊക്കെയോ വഴി കൂടി പക്ക ഒരു വില്ലേജ് റോഡിൽ കൂടി ഇങ്ങനെ അതാ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൃഷിയിടമൊക്കെ 2 സൈഡൊക്കെ ഉള്ളൊരു ഏരിയയാണ് കേട്ടോ. ഇപ്പോൾ എവിടെയാണെന്നുള്ളൊരു ഐഡിയ ഇല്ല. കീല നാലമ്മവാടി എന്താണത്? ഇതൊക്കെ ഏതാ സ്ഥലം? കൊള്ളാല്ലേ? എനിക്കൊന്നു തെരിക്കാട് ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെയൊക്കെ കാണുന്നത് നമ്മുടെ റെഡ് കളർ സാൻഡ് കണ്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ ഈ സൈഡിലൊക്കെ? ഇതാ കണ്ടില്ലേ? ഓ മാൻ, റെഡ് കളർ സാൻഡ്. പക്ഷെ ഇവിടെ ഈ കാണുന്നതൊക്കെ പക്ക ഒരു റെഡ് കളറാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷേ ഈവൻ ദോ ഇത് നമ്മൾ കാണുന്ന ആ ഒരു സാൻഡിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എന്തായാലും ഇത്രയും റെഡ് വരാൻ ചാൻസ് ഇല്ല. നമ്മൾ കണ്ടിട്ടുള്ളതിലൊന്നും ഇത്രയും ഒരു റെഡ് കളർ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഇത് തന്നെയാണ് തെരിക്കാടിൻ്റെ കുറേ ഭാഗങ്ങൾ കേട്ടോ. കൊള്ളാലോ ഇത്. കണ്ടില്ലേ, ഈ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഇവിടെ കാണാനായിട്ടുള്ളത്. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ. പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കണ്ട ഇങ്ങനെ വിദൂരത്തേക്ക് കിടക്കുകയാണ് കേട്ടോ ഈ സാൻഡ്. അണ്ണാ ഈ തെരിക്കാട് ഇത് தானா മറ്റേ സാൻഡ് വരുന്ന செம்மண் மாதிரி இருக்கு, இந்த இடம் தானா? எங்கே இல்லை, இது பார்க்க தான் வந்தேன். அவ்வளோ இருக்கா அங்கே? இது செம்மண்
செம்மண்ணு பார்க்கறதுக்கு தான் வந்தேன். எங்கே போகிறோம்? எங்கேயும் போவே இல்லை, இந்த செம்மண்ணு பார்க்கறதுக்கு தான் வந்தேன். செம்மண்ணா? சரி சரி. பார்த்ததே இல்லை, அதுக்காக தான். சரி சரி. இந்த ஊர்? கேரளா தான். கேரளாவா? செம்மண்ணு பார்க்க வந்தீங்களா? யாரு நீ? என்ன வேலை பார்க்கீங்க? நான் வந்து யூடியூபர் தான். இந்த மாதிரி இடத்துக்கு போய் வீடியோ போடாது, அதுதான். அங்கே இருக்குല്ലേ? ഓക്കെ 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 ഗൈസ്, നമ്മൾ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതിനപ്പുറത്ത് എന്ന് പറയുന്നത് ഫോറസ്റ്റിൻ്റെയൊക്കെ ഏരിയകളാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് നോക്കാം കേട്ടോ. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കലായിട്ടുള്ളൊരു ആളടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ റെഡുണ്ട്, പക്ഷേ ഇതിനേക്കാൾ റെഡാണ് അപ്പുറത്ത്, അങ്ങ് കുറച്ചുകൂടി പോകണം കേട്ടോ, 1 കിലോമീറ്റർ. അവിടെ ആണെങ്കിൽ ഒരു ഊര്, ഐ മീൻ ഒരു വില്ലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പുള്ളി. അപ്പോൾ എന്തായാലും ഇത്രയും വന്നില്ലേ, 1 കിലോമീറ്റർ കൂടി നമുക്ക് എന്തായാലും പോയി നോക്കാം. റെഡ് സാൻഡ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയാണ് കേട്ടോ നമ്മുടെ മാപ്പിൽ. എനിവേ നമുക്ക് അങ്ങോട്ടേക്ക് ആ 1 കിലോമീറ്റർ കൂടി ഒന്ന് പോയി നോക്കാം. ഇതിനേക്കാൾ റെഡായിട്ടാണ് അവിടെ ഇരിക്കുന്നതാണ് ഈ പുള്ളി പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെക്കാൾ റെഡ് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം ഇതിനേക്കാൾ റെഡാണോ അല്ലേ എന്നൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ അറിയാം കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. അത്യാവശ്യം ഡീഹൈഡ്രേഷനും ഒക്കെ അടിച്ച് തുടങ്ങി. പണി പാളോ എന്നുള്ളത് അറിയത്തില്ല. വെള്ളം ഞാനിങ്ങനെ എല്ലാ 15 കിലോമീറ്റർ 15 മീറ്റർ ഐ മീൻ 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിർത്തി വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. കാരണം അത്ര ഡീഹൈഡ്രേഷൻ ഉണ്ട്. തമിഴ്നാട് ഒരു ക്ലൈമറ്റ് ഒക്കെ അങ്ങനെയാണല്ലോ, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അത് അവിടെയൊക്കെ കാണുന്നത് നല്ല റെഡായിട്ടുള്ള സാൻഡാണ് കേട്ടോ. തെരിയെന്ന് അവർ പറയുന്നത് ഈ റെഡ് സാൻഡിന് കേട്ടോ. എനിക്കൊന്ന് ഇവിടുത്തെ വില്ലേജാന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യരില്ലല്ലോ. എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും വച്ചിട്ട് നമുക്ക് അകത്തേക്ക് തന്നെ കയറി നോക്കാം. ഈ സൈഡിൽ നല്ല ഇതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. വേറെ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു നമ്മുടെ നാട്ടിൽ ഈ ഒരു ക്വാർട്ടേഴ്സൊക്കെ പണിഞ്ഞു കൊടുക്കത്തില്ലേ, ആ ഒരു സെറ്റപ്പിലാണ് ഇവിടെ വീടുകളൊക്കെ ഇരിക്കുന്നത്. വണ്ടി പോകുന്നില്ല കേട്ടോ, വണ്ടി കറങ്ങുകയാണ് നിന്ന്. അപ്പം ഇതാണ് ഇവിടുത്തെ സംഭവം. പക്ഷെ ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആണ്. എനിക്കറിയത്തില്ല ഇത് റെസ്ട്രിക്റ്റഡ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിവേ എനിക്ക് എൻ്റെ ഒരു അജ്ഞത കാരണം ഞാൻ എന്തായാലും ഇങ്ങോട്ട് കയറുകയാണ് കേട്ടോ. വണ്ടി ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെയൊക്കെ ആടൊക്കെ മേയാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ആളുണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ അമ്പോ, ഇതെന്താ സംഭവം? അപ്പോൾ അതാ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് നമ്മുടെ സിനിമയുണ്ടല്ലോ, നീലാകാശം പച്ചക്കടലില്ല, പച്ച മരങ്ങളുണ്ട്, ചുവന്ന ഭൂമി. ഇതാണ് ചുവന്ന ഭൂമി. ഓക്കെ.
നമുക്കിനി തെരിക്കാടിലെ മണ്ണ് എങ്ങനെ ചുവന്നു എന്നതിനെക്കുറിച്ച് സംസാരിച്ചാലോ? ഈ പ്രദേശത്തെ മണ്ണിൻ്റെ നിറം ചുവപ്പാവാൻ കാരണം മണ്ണിൽ അയൺ ഓക്സൈഡിൻ്റെ ഉയർന്ന അളവ് കാരണമാണ്. കൂടാതെ ഈ മൺകൂനയിൽ ഹെമറ്റൈറ്റ്, ഇൽമനൈറ്റ്, ഗാർനറ്റും അടങ്ങിയിട്ടുണ്ട്. പഠനങ്ങൾ അനുസരിച്ച് ദക്ഷിണ പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ നാനോൻഗറി പ്ലെയിനിൽ നിന്ന് ചുവന്ന മണ്ണ് ഇവിടെ എത്തിച്ച് കാലക്രമേണ അത് മണൽക്കുന്നുകളായി മാറി. കൂടാതെ തെരിക്കാടിന് സൗത്ത് ഇന്ത്യയിലെ ചുവന്ന മരുഭൂമി എന്ന വിളിപ്പേരുമുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ തിരിക്കാം കേട്ടോ. വണ്ടി കറങ്ങുന്നല്ലാതെ പോകുന്നില്ല. പണി പാളിയെന്ന് തോന്നുന്നു. എൻ്റെ അമ്പ്. ഓക്കെ, ഇതെന്താ ഇങ്ങനെ? ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാം കേട്ടോ. എന്തായാലും ഞാൻ ഫുൾ അകത്തേക്ക് പോകുന്നില്ല. നമ്മളാ വില്ലേജൊക്കെ ആ സൈഡാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ കവാടം വരെ വന്നിട്ടുള്ളൂ ആൻഡ് തിരിച്ചു പോവുകയാണ്. സത്യം പറയാലോ, നല്ല ഡീഹൈഡ്രേഷൻ ഉണ്ട് ആൻഡ് ഒരു രക്ഷയില്ലാത്ത ചൂട് കേട്ടോ. പിന്നെ നിങ്ങളടുത്ത് പറയാനുള്ളത്, ജസ്റ്റ് ഒരു വൈകിട്ട് ഒക്കെ വരികയാണെങ്കിൽ ഇത് ഓക്കെയാണ്. അതുപോലെ ജസ്റ്റ് ഈ റെഡ് സാൻഡൊന്നും അങ്ങനെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി കേട്ടോ ഈ ഒരു ലൊക്കേഷനിലേക്ക്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറൊന്നുമില്ല. ജസ്റ്റ് നമുക്കൊരു വൈകിട്ട് ടൈമിൽ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്ന് കാണാം. ഓക്കെ, അത് ബെറ്ററാണ്. ഇതെന്താ ആട് ക്രോസിങ്? നമ്മൾ തൂത്തുക്കുടി ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്ന ആ വെള്ള കളർ സംഭവം എന്താണെന്ന് മനസ്സിലായിരുന്നു? ഇത് നമ്മുടെ ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഈ പോകുന്നതൊക്കെ നമ്മളെ ഉപ്പുണ്ടാക്കുന്ന കളങ്ങളാണ്. നമ്മളെന്താ പറയുക, ഉപ്പളം എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. ഉപ്പളം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം, അതായത് സീ വാട്ടർ കൊണ്ട് കളക്ട് ചെയ്ത് ഇവിടെ വച്ചിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് സോൾട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഈ കിട്ടുന്ന റോ പ്രോഡക്റ്റിനെ അവർ പ്യൂരിഫൈ ചെയ്ത് റിഫൈൻ ചെയ്താണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ഉപ്പാക്കി മാറ്റുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളങ്ങളാണ് ഈ രണ്ട് സൈഡും കാണുന്നത്. നമ്മൾ ഏതാണ്ട് തൂത്തുക്കുടി ഭാഗത്തേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് മധുരൈ തിരുച്ചെന്തൂർ റോഡാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഇതാ ഒരു ഉപ്പുമല, അതൊന്ന് കാണാമെന്ന് വിചാരിച്ച്. നല്ല വെയിലുണ്ട് കേട്ടോ. ആ വെയിലത്ത് ഇങ്ങനെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുക സംഭവം. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരുപാട് ഇതുപോലത്തെ കളങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇനി നമ്മുടെ ഒരു കോസ്റ്റൽ ലൈൻ ടച്ച് ചെയ്താണ് പോകുന്നത് കേട്ടോ. ഇവിടെ തിരിക്കാം. തൂത്തുക്കുടി ഇനി എനിക്ക് തോന്നുന്നു ഒരു 20-30 കിലോമീറ്ററിനകത്ത് തൂത്തുക്കുടിയാണ് കേട്ടോ. തൂത്തുക്കുടി നമ്മുടെ സിംഗം സിനിമയില്ലേ, സൂര്യയുടെ, അതിലൊക്കെയുള്ള ആ ഒരു കളങ്ങളൊക്കെ അതൊക്കെ തൂത്തുക്കുടി ഭാഗത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. തൂത്തുക്കുടി
ഓക്കെ, നമ്മുടെ ധനുഷ്കോടി അല്ല, ഞാൻ കറൻലി ഇപ്പോൾ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് രാമേശ്വരമാണ് കേട്ടോ. രാമേശ്വരത്തേക്ക് ഇവിടുന്ന് 178 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്. ഇപ്പോൾ ടൈം 12 o'clock ആയിട്ടുണ്ട്, മിഡ് നൂൺ ടൈമായി. ആൻഡ് നമുക്ക് ഇനി 3 മണിക്കൂർ യാത്രയും കൂടി ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് 3 മണിക്കൂറും 20 മിനിറ്റും എന്നാണ് കാണിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ, ഈ ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ അവസ്ഥയെന്ന് പറയാൻ പറ്റില്ല. ദേ ആർ യൂസ്ഡ് ടു, ബട്ട് സ്റ്റിൽ അവിടെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. ഇത്രയും ചൂടത്ത് ഇങ്ങനെ നടക്കുന്നു. നമ്മളാ തെരിക്കാട് പോയ സമയത്ത് അവിടെ വർക്കേഴ്സ് ഇങ്ങനെ കുറച്ച് പേര് നിന്ന് പണിയുന്നുണ്ട് കേട്ടോ, പണിയെടുക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. എത്ര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂട്. ആ ചൂടത്ത് എങ്ങനെയാണ് ഇവർ നിന്ന് പണിയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവരാണെങ്കിൽ റെസ്റ്റ് പോലും എടുക്കാതെ നിന്നാണ് ചെയ്യുന്നത്. എന്തായാലും ഹാറ്റ്സ് ഓഫ്, സമ്മതിക്കണം കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ കേരളത്തിൽ ഇത്രയും ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് ഒരിടത്തും ഇല്ല. ഇവിടെയൊക്കെ മഴയൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ വന്ന സമയത്ത് മഴയില്ല എന്തായാലും. ആൻഡ് ഗായ്സ്, നമുക്കിനി ഏതാണ്ടൊരു 148 കിലോമീറ്റേഴ്സും കൂടി ഇനി കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ 3:15 എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 12:30 ആ ഒരു റേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ധനുഷ്കോടിയിൽ മുമ്പ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം. ഞാനിത് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 6-7 തവണയെങ്കിലും ധനുഷ്കോടി വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വന്ന് പോവുക എന്നുള്ള ഒരു പരിപാടിയാണ് ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ദിവസം വന്ന് ജസ്റ്റ് സ്റ്റേ അടിച്ച് അങ്ങ് പോവുക എന്നുള്ളത്, അരിച്ചൽ മുനെ മാത്രം കണ്ടു പോവുക എന്നുള്ളത്. അപ്പോൾ ഇത്തവണ ഞാൻ ഡിഫറെൻ്റായിട്ട് നമ്മളാൽ കഴിയുന്ന ഓൺ ദ വേയിലുള്ള കുറച്ച് ലൊക്കേഷൻസൊക്കെ കവർ ചെയ്യാം എന്ന് വിചാരിച്ച് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് ഞാൻ ധനുഷ്കോടി രാമേശ്വരം വിടുകയാണെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്തേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കിപ്പോൾ 2-3 ലൊക്കേഷൻസ് കവർ ചെയ്ത് ഇത്തിരി ചുറ്റി വന്നതുകൊണ്ട് നമുക്കത് ലാഗായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഇഷ്യൂ അല്ല, കാരണം വെച്ചാൽ നമുക്ക് ഡെസ്റ്റിനേഷനാണല്ലോ മുഖ്യം. നമുക്ക് ടൈം എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. പിന്നെ അവിടെ ധനുഷ്കോടിയിൽ 2-3 ലൊക്കേഷൻസ് കാണേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കൊരു ടെൻഷൻ, കറക്റ്റ് എത്തുമോ എന്നുള്ളത്. കാരണം ഇന്ന് ഞാൻ 2-3 അല്ലാതെ അവിടുത്തെ രാമേശ്വരം ഭാഗത്തുള്ള നമ്മുടെ കലാം സാറിൻ്റെ വീടും മെമ്മോറിയലും ഒക്കെ ഒന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ക്ലോസിങ് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കൊരു ടെൻഷൻ. അതർവൈസ് ഐ എം കൂൾ. മൂന്നാമത്തെ തവണയാണ് ഈ ധനുഷ്കോടി വരുന്നത്. ആദ്യത്തെ തവണ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. രണ്ടാമത്തെ തവണ നമ്മൾ ഓൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് ധനുഷ്കോടി കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തേത് ഇതായി പോകുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് റൈഡ് ധനുഷ്കോടിയിലേക്കുള്ളത് എനിക്കിപ്പോഴും വളരെ പ്രിയപ്പെട്ടൊരു റൈഡായിരുന്നു കേട്ടോ. കാരണം വണ്ടി എടുത്ത സമയമായിരുന്നു. അതുപോലെ ഞാൻ ജാക്കറ്റും എല്ലാം അപ്പോഴേ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വാങ്ങിയ ആ ഒരു ടൈമായിരുന്നു കേട്ടോ. ഗിയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, എടാ ഞാനിങ്ങനെ പോവുകയാണ്, രാമേശ്വരത്ത് പോവുകയാണ്, ധനുഷ്കോടി കാണാൻ പോവുകയാണ്, വരുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പലരും ഓക്കെ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം ഞാൻ ഒറ്റയ്ക്കാവും എന്നുള്ളത് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പുറപ്പെട്ടൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു ധനുഷ്കോടിയിലേക്ക് കേട്ടോ. അത് ഒരു ദിവസം കൊണ്ട് ഞാൻ കവർ ചെയ്ത ട്രിപ്പാണ്. ഒരു ദിവസം ഇൻ ദ സെൻസ് എൻ്റെ വീട്ടിൽ നിന്ന് ധനുഷ്കോടി വരെ, ധനുഷ്കോടിയിൽ നിന്ന് വീട്ടിൽ വരെ. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 800+ കിലോമീറ്റേഴ്സ് അന്ന് ഞാൻ കവർ ചെയ്തു കേട്ടോ. അതായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ഞാൻ ഈ വണ്ടിയിൽ കവർ ചെയ്തിട്ടുള്ളത്.